Hi friends, welcome back to our channel Quiz World. ദേശാഭിമാനി അക്ഷരമുറ്റത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 2024 തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. 2024 ജൂൺ 23 മന്ത്രി MP രാജേഷാണ് പ്രഖ്യാപിച്ചത്. സാഹിത്യ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രമായി ആനക്കുളം സാംസ്കാരിക നിലയത്തെ പ്രഖ്യാപിച്ചു. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്ക്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? ഉത്തരം ശങ്കർലാൽ വാണി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള മത്സരാർത്ഥിയായ അദ്ദേഹം 11.72 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകം വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം പുസ്തകത്തോണി. ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ്. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഗംഗ. ലോക ആരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ഉത്തരം ഡെങ്കി വൈറസ്. ജപ്പാനിലെ ടെക്കെൻഗെ കമ്പനിയാണ് ഈ വാക്സിൻ നിർമ്മിച്ചത്. ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഇംഗ്ലണ്ട്. നക്ഷത്രസഭ എന്ന പേരിൽ ആസ്ട്രോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ കടുത്ത വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം സിംബാബ്വെ. ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാൻ ഏതിനം ജീവികളെയാണ് കൊന്നൊടുക്കുന്നത്? ഉത്തരം നക്ഷത്ര മത്സ്യങ്ങൾ. പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഷാമ്പൻ ഗോത്രവർഗം ഏത് പ്രദേശത്തെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം സദ്ഗമയ. ജിയോഡിക് അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. കുറഞ്ഞ ഭൂഗുരുത്വ ബലം അനുഭവപ്പെടുമ്പോൾ സമുദ്രമേഖലകളിൽ ഉപരിതലം ഒരു ഗർത്തം പോലെ ചുരുങ്ങുന്ന പ്രതിഭാസത്തിന് കാരണം? ഏത് മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ് ചിത്രലേഖ? ഉത്തരം P. വത്സല. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.